SIT ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ആ തലയോട്ടി എവിടുന്ന് കിട്ടി, ആര് കൊണ്ടു തടുത്തു, ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് തെളിവ് എന്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ കൃത്യമായി കൊടുത്തു. അത് അവർക്ക് ഒരു വലിയൊരു കിട്ടലാണ്, ഒരു അന്വേഷണത്തിന് വലിയ വൈത്തിരിവാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ ശിരൂര് വരെ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ശിരൂരിൽ അപകടം ഉണ്ടാക്കിയ ഞാനാണെന്ന് പോലും ആ തരത്തിൽ വരെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. അതുപോലെ ഒരു ഇപ്പൊ ചോദ്യം ചെയ്യലിന്റെ രീതി അല്ല ആക്കുണ്ടാവും. ഇപ്പൊ എന്താ പറയുക, ചോദ്യം ചെയ്യലിന്റെ രീതി അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയല്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം. ഇത് സത്യസന്ധമായ പോരാട്ടമാണ്. ഈ പോരാട്ടം നയിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഈ പോരാട്ടം നയിക്കുന്നത് വലിയ പ്രമുഖരോ വലിയ നേതാക്കന്മാരോ ഇതിന്റെ മുന്നേ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല. അപ്പൊ അതിൻ്റെതായ ചെറിയ പാകപ്പയവുകൾ ഉണ്ടായിട്ട് ഈ ഇപ്പൊ തലയോട്ടി യഥാർത്ഥത്തിൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. ഞാൻ വ്യക്തമായിട്ട് പറയാണ്, തലയോട്ടി കിട്ടിയത് ഈ ധർമ്മസ്ഥലയിലെ ബംഗളഗുഡയിൽ തന്നെയാണ് തലയോട്ടി കിട്ടിയത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 164 മൊഴി കൊടുക്കാൻ പോകുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിന്റെ കയ്യിൽ അത് യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയല്ല ആ തലയോട്ടി എടുത്തത്. അതാണ് അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാർ ചെയ്ത ഒരു വിഷയമാണ്. പക്ഷെ അത് അങ്ങനെ അല്ലേ ഇനി പാടുള്ളതെന്നാണ് എന്റെ സ്റ്റാൻഡ്. അതായത് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഈ തലയോട്ടി കണ്ടതിനോട് മാത്രമല്ല SIT അന്വേഷണത്തിനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടിയത്. പക്ഷെ ഇവരെന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2025 വരെ നിരന്തരമായി ലക്ഷക്കണക്കിന് ആളുകൾ പോരാടി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരാളോ രണ്ടാളോ അല്ല, പല പോരാട്ടത്തിന് ആളുകളെ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചാല് ബെൽത്തങ്കടി നിറഞ്ഞു കവിയും. 5 ലക്ഷം 6 ലക്ഷം പേരൊക്കെയാണ് ആ പോരാട്ടത്തിലുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു SIT രൂപീകരിക്കുന്നതിലേക്കോ പ്രത്യേക അന്വേഷണത്തിലേക്ക് രൂപീകരിക്കുന്നതിലേക്കോ കാര്യങ്ങൾ എത്തിയില്ലേനും. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം ഇങ്ങനെ ഒരാള് വന്നിട്ട് പോലും ഇനിയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാവില്ല എന്നുള്ള ഒരു സാധാരണക്കാരന്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ് അതുണ്ടായത്. അത് അത് സത്യത്തിൽ ശുചീകരണ തൊഴിലാളി അല്ല അത് എടുത്തത്, അത് വേറൊരാളാണ് എടുത്തത്. ശുചീകരണ തൊഴിലാളി പക്ഷെ അത് വിചാരിച്ചിട്ട് ശുചീകരണ തൊഴിലാളി മൊത്തത്തിൽ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്ന് വിചാരിക്കരുത്. ഈ ശുചീകരണ അതെ, അത് SIT പറയണോ. പക്ഷെ നമ്മളെല്ലാരും കണ്ട ഒരു വിഷയം തന്നെ ഉണ്ട്. ഈ ശുചീകരണ തൊഴിലാളിക്ക് കിട്ടാവുന്ന സ്ഥലങ്ങൾ 70ഓളം സ്ഥലങ്ങളുണ്ട്. അതിലാകെ 17 സ്ഥലമാണ് ഇതുവരെ തെരച്ചിൽ നടത്തിയത്. അതിൽ തന്നെ പല സ്ഥലത്തു നിന്നും കിട്ടിയിട്ടുണ്ട്, അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അല്ല, വേറെ ഒന്നുണ്ട്. ആ തലയോട്ടി ആരാണോ യഥാർത്ഥത്തിൽ എടുത്തത് ആ ആള് ആ തലയോട്ടിന്റെ ബാക്കി ഭാഗങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട് SIക്ക്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ അസ്ഥികളും അവിടുന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അല്ല, സുജാത ഭട്ട്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുജാത ഭട്ടിനെ 1-2 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സുജാത ഭട്ട് പറയുന്ന കാര്യങ്ങളിൽ അന്ന് എന്റെ ചാനലിൽ പോയി കണ്ടാൽ മനസ്സിലാവും. പല സമയത്തും പല രീതിയിലുള്ള സംസാരമാണ്. അത് അവരുടെ പ്രായവും അവരുടെ മാനസികാവസ്ഥയും മോശമാണ്, മനസ്സിലാക്കണം. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു നീതി മേടിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കും. അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കൂടുതൽ നേരം ചാനലിന്റെ മുന്നിലേക്ക് സംസാരിക്കാൻ വന്നതാണ് എന്തായത് ഈ കാര്യങ്ങൾ. ഇതല്ലാതെ അവിടെ മറ്റുള്ള സൗജന്യന്റെ കേസായിക്കോട്ടെ, വേദവല്ലിന്റെ കേസായിക്കോട്ടെ, മറ്റേ പത്മലതന്റെ കേസായിക്കോട്ടെ, യമുന നാരായണന്റെ കേസായിക്കോട്ടെ, ലക്ഷ്മിന്റെ കേസായിക്കോട്ടെ, ഇങ്ങനെ നിരവധി കേസുകൾ. നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരുപാട് കൊലപാതകം നടന്ന് FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട്. ഇതിലൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറ്റം കേസുകളിൽ ഒരു കേസ് പോലും പ്രതിയെ പിടിച്ചിട്ടില്ല.
ധർമ്മസ്ഥലയിലെ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുക മാത്രമല്ല അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോരാട്ടം ഇതിനേക്കാൾ കൂടുതൽ ഊർജിതമായി നടത്തും. അതിലൊന്നും ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു പോരാട്ടം ഇപ്പൊ എന്താണ് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകൾക്ക് 1-2 തെറ്റ് പറ്റി, ചെറിയ തെറ്റുകളാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവിടെ സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇന്നിപ്പോ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ എന്റെ കണ്ണാലെ കണ്ട പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇത് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളെ മാത്രമാണ് അന്വേഷണത്തിന് വിളിപ്പിക്കണമെന്ന് വിചാരിക്കരുത്. മറ്റേ മറുഭാഗത്തുള്ള ആളുകളെ അതേപോലെ വിളിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാരും ഒപ്പര ഇനി അവിടെ ഉണ്ടായിരുന്നത്. എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളൊക്കെ അവർക്ക് വലിയ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. അതന്നെ അതിലെ ആസ്തികൂടത്തിന്റെ വിഷയം, തലയോട്ടിന്റെ ഇപ്പം തന്നെ ഉള്ളത് അല്ല അയ്യോ SIT ഇപ്പൊ ഈ വിഷയം തന്നെ SIT വിപുലീകരിക്കാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആകെ SITയിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുള്ള 24 ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യേണ്ടത്. ഇതിങ്ങനെ വിപുലീകരിച്ച് വരികയാണ് ഈ വിഷയങ്ങൾ. ഇന്നെ പോലെയുള്ള കുറെ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന അന്വേഷിച്ച കാര്യം തന്നെ ഇന്ന ഒരാൾ ഒരു റൂമിൽ, അതുപോലെ തന്നെ ഇതിൽ പെട്ട എല്ലാരെയും പല റൂമുകളിൽ ഇരുത്തിയിട്ടാ ചോദ്യം ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചോദ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒന്നെന്നാണോ പറഞ്ഞത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാരും ഒരു റൂമിൽ ഇരുത്തുന്നുണ്ട്. ഞാൻ നിരന്തരം ചോദ്യം ചെയ്യാണ്. ഇതിലൊന്നും ഇന്റെ സാമ്പത്തിക സ്രോതസ് ഞാനാണ് ഇതിന് ഫണ്ട് ചെയ്തത്. ഞാനാണ് അൽ ജസീറ ചാനലിനെ കൊണ്ടുവന്നത്. A to Z കാര്യങ്ങൾ എനിക്ക് പോലും മണ്ടത്തരായിട്ട് തോന്നിയ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അല്ല ആ കാര്യത്തിലൊന്നും പൊളിയുന്നില്ല. ഇപ്പൊ ചിന്നയ്യനെ സുരക്ഷിതമായ ജയിലിലാണ് വെച്ചത്. കാരണം എന്താ പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ജീവന് ഭയണ്ട്, അയാളെ ജീവന് ഭീഷണി. തീർച്ചയായിട്ടും അവിടെ കൂട്ടക്കൊല ചെയ്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഗ്രാമത്തില് ഇത്രയും കേസുകള് കൊലപാതകമാണെന്ന് അറിയുന്ന കേസുകളാണ് ഞാൻ പറയുന്നത്. ഈ കൊലപാതകമാണെന്ന് അറിയുന്ന കേസിൽ ഒരു പ്രതിനെ പോലും പിടിച്ചിട്ടില്ല. യഥാർത്ഥ പ്രതിനെ പോലും പിടിച്ചിട്ടില്ല. അത് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഒരു ഗ്രാമത്തിൽ ഇത്രയും കൊലപാതകം നടന്നു ഒരാളെ പോലും പിടിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ ഞാൻ ഏതായാലും അതിന് എതിരെ പോരാടാൻ തന്നെ തീരുമാനം. വിനോദ് മേക്കോത്തും നൗഷാദ് തെക്കയിലും ഉണ്ട് എന്റെ പിന്നില്. അല്ല അതിലൊരൊറ്റ കാര്യം കൂടി ഞാൻ ഇതിൽ സ്പഷ്ടമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇന്ന് രാവിലത്തെ ഒരു പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, കാള പെറ്റപ്പം മനാഫ് കയറെടുത്ത് പോയിന്ന്. ഒന്നാം തരം പശുവാണ് പെറ്റത്. ആ പശുവിന് നല്ല പാലുണ്ട്. ജേഴ്സി പശുവാണ് പെറ്റത്. ആ പശുവിന് നല്ല പാലുണ്ട്. ഇനിയും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യം കാണാം.